ഞാൻ ദേവി ദേവ്ദ. വെൽക്കം ടു മൈ ചാനൽ ദേവി ദേവമോഹനം. ഹാപ്പി എർത്ത് ഡേ എല്ലാവർക്കും. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മദർ എർത്തിനെ കുറിച്ചാണ്. ഈ മെസ്സേജ് ട്വിൻ ഫ്ലെയിംസിനും സ്റ്റാർ സീഡ് ട്വിൻ ഫ്ലെയിംസിനുമാണ്. അപ്പോൾ നമ്മൾ ട്വിൻ ഫ്ലെയിംസ്, ഓൾമോസ്റ്റ് ഓൾ ദ ട്വിൻ ഫ്ലെയിംസ് ആൻഡ് സ്റ്റാർ സീഡ്സ്, നമ്മൾ ഇവിടെയുള്ള സോൾസ് അല്ല. നമ്മൾ കൂടുതൽ പേരും പ്രത്യേകിച്ച് സ്റ്റാർ സീഡ് ട്വിൻ ഫ്ലെയിംസ് വേറെ പ്ലാനറ്റിൽ നിന്നും വേറെ സ്റ്റാർ സിസ്റ്റത്തിൽ നിന്നൊക്കെ വന്നതാണ്. അപ്പോൾ നമ്മളിവിടെ എന്താ പറയുക, വോളണ്ടിയർ ചെയ്യാൻ വന്നതാണ്. മദർ എർത്തിനെ സേവ് ചെയ്യാനും സെർവ് ചെയ്യാനും. നമ്മുടെ കളക്റ്റീവ് മിഷനാണത്. നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, ഒരു 2020-2021 ഇടയ്ക്കാണ് ഒരു മാസ് അവേക്കനിങ് ട്വിൻ ഫ്ലെയിംസിൻ്റെ നടന്നത്. ഡിവൈൻ ഫെമിനിൻസ് ആണ് കൂടുതലും ആ സമയം അവേക്കണ്ടായി വന്നത്. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, മദർ എർത്തിൻ്റെ ഷിഫ്റ്റ് നടക്കുന്ന സമയമായിരുന്നു. 3rd ഡയമെൻഷനിൽ നിന്ന് 5th ഡയമെൻഷനിലേക്ക് മദർ എർത്ത് ഉയരുന്നൊരു ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്ന സമയമായിരുന്നു. അവിടെ നമ്മളെങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഹയസ്റ്റ് വൈബ്രേഷൻ എന്ന് നമുക്ക് പറയാം, അത് ലവാണ്. ആ ലവ്, ആ അൺകണ്ടീഷണൽ ലവ്, സാധാരണ ഓർഡിനറി ആൾക്കാർ കാണുന്ന ലവ് അല്ല നമ്മുടെ ലവ് എന്ന് നമുക്കറിയാം. ഡിവൈൻ ലവ്, നമ്മൾ വളരെ ഡിവൈനായിട്ടുള്ള സീക്രഡ് ആൻഡ് എന്താ പറയുക, സ്ട്രോങ് ആൻഡ് പ്യുവർ, അങ്ങനെ ഒരു ലവാണ് നമ്മുടെ ലവ്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള, അത്രയും ഹൈ വൈബ്രേഷനിൽ നിൽക്കുന്ന ലവ് എനർജി എല്ലാ ട്വിൻ ഫ്ലെയിംസിലും ഉണ്ട്. ട്വിൻ ഫ്ലെയിംസ് ഇങ്ങനെ എല്ലായിടത്തും സ്പ്രെഡായിട്ട് കിടക്കുകയാണ് ഭൂമിയിൽ. അപ്പോൾ ഇത്രയും അവേക്കണിങ് ഉണ്ടാകുന്ന സമയത്ത് ഇത്രയും ലവ് എനർജി ഭൂമിയിലുണ്ടാവുകയും അത് ഭൂമിയെ 5th ഡയമെൻഷനിലേക്ക് ഉയരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ സോൾ ജേണിയും കൂടെ ആണല്ലോ, സോളിൻ്റെ ഇവല്യൂഷനാണ്. നമ്മൾ ഈ സോളിൻ്റെ ഇവല്യൂഷനിലേക്ക് ഇങ്ങനെ ഓരോ അസെൻഡ് ചെയ്ത് ഓരോ ഫേസും കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഹൈ വൈബ്രേഷനിലെത്തും. അങ്ങനെ നമ്മളെത്തുമ്പോൾ നമ്മൾ വെറുതെ എക്സിസ്റ്റ് ചെയ്താൽ മതി, പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. നമ്മളെ മിഷൻ ചെയ്തു. കാരണം നമ്മളെവിടെ നിൽക്കുന്നു, ആ സ്ഥലം, അവിടെയുള്ള ആൾക്കാരെ, അവിടെയുള്ള ബേർഡ്സിനും ആനിമൽസിനൊക്കെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഹൈ വൈബ്രേഷനിലെത്തും, എല്ലാവരിലും ഷിഫ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റും, ജസ്റ്റ് ബൈ എക്സിസ്റ്റിംഗ്. അതാണ് നമ്മുടെ ആ ഒരു പവർ. അത് നമ്മൾ ഉപയോഗിക്കാതിരിക്കരുത്. നമ്മൾ വന്നത്, ആ പവർ നമുക്ക് തന്ന് വിട്ടേക്കുന്ന എന്തിനാണെന്ന് നമ്മൾ ചിന്തിക്കണം. വെറുതെ തന്നതല്ല, നമുക്ക് ആ മിഷൻ ഉള്ളത് കൊണ്ടാണ്. നമ്മൾ ആ മിഷൻ ഏറ്റെടുത്ത് ചെയ്യേണ്ടവരാണ്. മാക്സിമം നമ്മളെ ഹൈ വൈബ്രേഷനിൽ നമ്മളെ എത്തിക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജേണി ഭയങ്കര ചലഞ്ചിങ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി ഒക്കെ, ഫിനാൻഷ്യലി ഒന്നും പറയേണ്ട, നമുക്ക് എല്ലാ രീതിയിലും ചലഞ്ചസ് വരും. ഈ ചലഞ്ചസ് എല്ലാം ഓരോ ഫേസ് കഴിയുമ്പോൾ, ആ ഓരോ എസെൻഷ്യൽ ഫേസ് എത്തുന്ന സമയത്തായിരിക്കും നമുക്കിത് വരുന്നത്. നമ്മൾ ആ ഒരു ചലഞ്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത ഫേസിലെത്തി. അങ്ങനെയാണ് നമ്മുടെ ജേണി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് രീതിയിലും നമ്മുടെ സോളിനെ മാക്സിമം ഹൈ വൈബ്രേഷനിലാക്കി വെക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് ഈ അൺകണ്ടീഷണൽ ലവ് നമ്മുടെ കൗണ്ടർ പാർട്ടിനോട് മാത്രമല്ല, നമുക്ക് എല്ലാ ആൾക്കാരോടും പിന്നെ ഒരു അൺകണ്ടീഷണൽ ലവാണ്. ഒരു ഗ്രഡ്ജ് മനസ്സിൽ വയ്ക്കുകയോ ഒന്നും ചെയ്യാതെ നമ്മൾ ഫൊർഗീവ് ചെയ്ത് നമ്മൾ അങ്ങനെ പോകുന്നവരാണ്. നമുക്ക് ആനിമൽസിനോടും ബേർഡ്സിനോടും ബട്ടർഫ്ലൈസിനോടും ഒക്കെ അൺകണ്ടീഷണൽ ലവാണ്, അല്ലേ? നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആരെയും ജഡ്ജ് ചെയ്യാൻ പറയുന്നതല്ല, ഞാൻ നോൺ വെജിൻ്റെ കാര്യമാണ് പറയുന്നത്. നോൺ വെജ് കഴിക്കാതെയും നമുക്ക് ജീവിക്കാം. ചില ആനിമൽസിന് അങ്ങനെ കഴിച്ചേ പറ്റൂ, അങ്ങനെ പ്രകൃതി നിയമമാണ്. നമുക്കങ്ങനെ നിയമങ്ങളൊന്നുമില്ല, നമ്മൾ ഉണ്ടാക്കുന്ന നിയമങ്ങളാണ്. അവിടെ ഒരു എന്താ പറയുക, മദർ എർത്തിൻ്റെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ, മദർ എർത്തിൻ്റെ കുട്ടികളെ ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ പേരും അങ്ങനെ ദ്രോഹിക്കത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമുക്ക് ആ ഒരു എന്താ പറയുക, നമുക്ക് ആ ഒരു ഗൈഡൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളത് ചെയ്യരുത്. നമുക്ക് അൺകണ്ടീഷണൽ ലവാണ്. നമുക്ക് ബേർഡ്സിന് അവരെ കഴിക്കാൻ നമുക്ക് തോന്നാറില്ല, ആനിമൽസിനെ കഴിക്കാൻ നമുക്ക് തോന്നാറില്ല. നമുക്ക് അൺകണ്ടീഷണൽ ലവ് അവരോടെല്ലാം തോന്നും. അപ്പോൾ അത് നമ്മൾ മദർ എർത്തിൻ്റെ അടുത്ത് ചെയ്യുന്ന ഒരു നന്മയാണ്. മദർ എർത്തിൻ്റെ ബാക്കി കുട്ടികളെല്ലാം തന്നെ നമുക്ക് സിബ്ലിങ്സാണ്. നമുക്ക് എന്താണ് നമുക്ക് തോന്നുന്നത് അത് നമുക്ക് ചെയ്യാം. കഴിക്കാൻ തോന്നുന്നവർ പാപികളാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. അവർക്കത് മനസ്സിലാനുള്ള സോൾ മെച്യൂരിറ്റി എത്തിയിട്ടില്ല, അതുകൊണ്ടാണ്. അല്ലാതെ അവരാരും ക്രൂരരോ ഒന്നുമല്ല. ഞാൻ അങ്ങനെയൊന്നും ആരെയും ജഡ്ജ് ചെയ്യാൻ ഞാൻ ആരുമല്ല, ഞാൻ ജഡ്ജ് ചെയ്യുന്നുമില്ല. പക്ഷേ എനിക്ക് കിട്ടിയ പോലെയുള്ള ഗൈഡൻസ് ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ, ആ തോന്നൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അത് റെസനേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവർക്കിതൊരു എന്താ പറയുക, അവരെ പോലെയുള്ള വേറെ സോൾ സിസ്റ്റേഴ്സ് ഉണ്ടെന്ന് കരുതാം. അപ്പോൾ അതും ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു മിഷനാണ്. നമ്മൾ മദർ എർത്തിനെയും
മദർ എർത്തിലുള്ള ജീവജാലങ്ങളെയും ഒക്കെ സേവ് ചെയ്യാനും സെർവ് ചെയ്യാനും വന്നവരാണ്. പക്ഷേ ആദ്യം നമ്മൾ സേവ് ചെയ്യേണ്ടത് മദർ എർത്തിനെ നമ്മുടെ കളക്റ്റീവ് മിഷനാണ് ഉറപ്പായിട്ടും. പക്ഷേ അതിൻ്റെ കൂടെ നമ്മളെയും സേവ് ചെയ്യുക, അതായത് നമ്മളെ ഹൈ വൈബ്രേഷനിലെത്തിക്കുക. മദർ എർത്ത് ഒക്കെ കൂടെ എത്തിക്കോളും. മദർ എർത്തിലുള്ള ആൾക്കാരും മദർ എർത്തിൻ്റെ സ്ഥലങ്ങളും ഓരോ നമ്മളെവിടെയാണ്, ഇപ്പം നമ്മളിപ്പം ഇന്ത്യയിലാണ്, വേറെ ആൾക്കാർ വേറെ രാജ്യത്തായിരിക്കും. അപ്പോൾ എവിടെയാണെങ്കിലും അപ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക, ആ ഒരു ഹൈ വൈബ്രേഷനിൽ നമുക്ക് എത്തിക്കാൻ പറ്റും. നമ്മൾ എവിടെയാണ് അവിടെ വെറുതെ നിന്നുകൊണ്ട്. അപ്പോൾ അങ്ങനെ വെറുതെ നിന്നുകൊണ്ട് വരെ മിഷൻ ചെയ്യാൻ പറ്റുന്നവരാണ് നമ്മൾ. അപ്പോൾ നമ്മളത് ചെയ്യാതിരിക്കരുത്, അത് ചെയ്യണം എന്നുള്ളതായിരിക്കും നമുക്ക് ഓരോരുത്തർക്കുമുള്ള മിഷൻ. വേറെ വലിയ വലിയ മിഷൻസ് നമുക്ക് വരും, അത് നമുക്ക് ഓരോ ഫേസിൽ നമുക്ക് ഗൈഡൻസ് കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാം. പക്ഷേ ഇങ്ങനത്തുള്ള ബേബി സ്റ്റെപ്സാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. അപ്പോൾ അതിൽ കൂടി നമ്മൾ നമ്മുടെ മിഷൻ ചെയ്യും. ഇത് മാത്രമല്ല, നമ്മുടെ മിഷൻ നമുക്കറിയാം, നമുക്ക് ഷെയർഡ് മിഷൻ കാണും, നമ്മുടെ കൗണ്ടർ പാർട്ടുമായിട്ട് നമുക്ക് ഇൻഡിവിജ്വൽ മിഷൻസ് കാണും. പക്ഷേ മദർ എർത്തിനെ സേവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കളക്റ്റീവ് മിഷനാണ്. നമ്മളത് ചെയ്യും തോറും നമ്മുടെ ജേണിയിൽ നമ്മൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കും. മദർ എർത്തിൻ്റെ മാത്രമല്ല, എല്ലാ ഗോഡ്സ് ആൻഡ് ഗോഡസസ്, ഏഞ്ചൽസ്, സ്പിരിറ്റ് ഗൈഡ്സ്, ആൻസസ്റ്റേഴ്സ്, യൂണിവേഴ്സ് എല്ലാവരും നമ്മളെ ബ്ലെസ് ചെയ്യും. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.